Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഈ വലിയൊരു ശുശ്രൂഷയിലേക്ക് ചേർത്തിരുത്തിയിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈശോയുടെ ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. എന്തിനു വേണ്ടിയെന്നറിയോ? ഈശോയുടെ വചനം കേൾക്കാൻ. കാരണം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനേകർ സൗഖ്യം പ്രാപിച്ചു, വലിയ വിടുതൽ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് നമുക്കും ആഗ്രഹിക്കാം, ഈശോയെ എൻ്റെ മേലും നിൻ്റെ വലിയൊരു സൗഖ്യം വെളിപ്പെടട്ടെ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കണമേ. കാലങ്ങളായി എന്നെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവെ അങ്ങയുടെ പ്രകാശം വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറണം, കൃപ കൊണ്ട് നിറയപ്പെടണം. ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ഓർത്ത് ഭാരമുണ്ടെങ്കിൽ ആ ഭാരം സമർപ്പിക്കണം. കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാം. നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു മഹത്വം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാവരും ചേർന്ന് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ, ഇരുട്ട് മാറട്ടെ, വലിയ വെളിച്ചം നിറയട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കൈകളടിച്ചു പാടിയാലോ? നന്നായിട്ട്. പരിശുദ്ധാത്മാവേ, തൂമഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വന്ന് നിറയണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഇത് സംഭവിക്കുന്ന സമയമാണ്. ചേർന്ന് കൈയടിച്ച് പാടാം. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പടിയെ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ ആത്മനദിയായി ഒഴുകണമേ. സംഭവിക്കട്ടെ. ആത്മസ്നാനം കൈകൾ ഉയർത്തി കൈയടിച്ചേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, ആത്മസ്നാനം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശിഷ്യന്മാരിൽ പ്രവർത്തിച്ച ദേശം എന്റെ മേൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പുതിയ വിഷയം വെളിപ്പെടണമേ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ. മാനസിക ദുഃഖങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. വലിയൊരു അഭിഷേകത്താൽ നിറയുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, കൈകൾ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് സാധിക്കുമെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നന്നായിട്ട് കേട്ടോ, മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഒരു സ്തുതി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷയുടെ ഈ മുഹൂർത്തം ഇത് നിന്റെ മേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം നിറയുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ അതിശക്തമായ ഒരു ദൈവവചനമാണ് ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും സമ്മാനിക്കപ്പെടുന്നത്. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ
കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 13 വേഴ്സ് 13. ഈ വചനത്തോടുകൂടെ ആ പുസ്തകം അവസാനിക്കുകയാണ്. അവസാനത്തെ വചനം നല്ല വചനമാണ്, ഒന്ന് വായിച്ചേ. 13-ാം വചനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് പറയുമ്പോൾ പലരും പറയും, ഈ പ്രാർത്ഥന ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ മിക്കവാറും പരിശുദ്ധ കുർബാനയിലും മറ്റു പല പ്രാർത്ഥനയിലും ആശീർവാദങ്ങൾ സ്വീകരിക്കുന്നതല്ലേ. അത് തന്നെ കൊറിന്ത്യസിലെ ജനതയോട് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ജനമേ, നിങ്ങൾ ഇനിമേൽ നിസ്സാരക്കാരായ മനുഷ്യരല്ല, നിങ്ങൾ ദൈവരഹസ്യങ്ങൾ അറിഞ്ഞവരാണ്. അങ്ങനെ ദൈവരഹസ്യങ്ങൾ അറിയുന്ന വ്യക്തി മറ്റുള്ളൊരാളെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിക്ക് ഇതേ ദൈവരഹസ്യം പങ്കുവയ്ക്കണം. ഈ വലിയ രഹസ്യമാണ് ഈ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. ഒരു ദൈവത്തിൽ 3 ആളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവിടെ പൗലോസ്ലീഹ ഒരു ആശീർവാദം, ഒരു അഭിസംബോധന, ഒരു ആശംസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സമ്മാനിക്കുന്നത് ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഏതാ പ്രാർത്ഥന? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് 3ഉം ഒന്നാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത നാളിൽ ഒരു കോളേജിൽ പഠിക്കുന്നൊരു ചെറുപ്പക്കാരൻ്റെ ഒരു ചോദ്യം, നിങ്ങളിതുപോലത്തെ സമാനമായ പല ചോദ്യങ്ങളും കേട്ടിട്ടുണ്ടാവും. ചോദ്യം ഇതാണ്: അച്ഛാ, ഈ ധ്യാന അവസരങ്ങളിലൊക്കെ നിങ്ങൾ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പാടുന്നു, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയെന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈശോയെന്ന് വിളിക്കുമ്പോൾ ആബാ പിതാവിന് നമ്മളോട് എന്തു തോന്നും? പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ ഈശോയ്ക്കും ആബാ പിതാവിനും നമ്മളോട് എന്തു തോന്നും? പിണക്കം തോന്നിയല്ലേ? ഇനി ഈശോ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആബാ പിതാവിനും പരിശുദ്ധാത്മാവിനും പിണക്കം തോന്നില്ലേ? ഇനി നമ്മൾ ആബാ പിതാവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പിണക്കം തോന്നില്ലേ? ഇതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ്. ഞാൻ ഈശോയെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആബാ പിതാവും പരിശുദ്ധാത്മാവും എന്തു ചെയ്യും? ഇത് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, ഇതൊരു വലിയ രഹസ്യമാണെന്നുള്ളതാണ്. കത്തോലിക്ക തിരുസഭ അതുകൊണ്ടാണ് ത്രിത്വത്തെ, ട്രിനിറ്റിയെ വലിയൊരു രഹസ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി രഹസ്യങ്ങൾ കത്തോലിക്ക സഭയിലുണ്ട്. വേറെ ഏതെങ്കിലും രഹസ്യങ്ങൾ ഓർമ്മയിലുണ്ടോ? പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന അത് വലിയൊരു രഹസ്യമാണ്. ഒരു വൈദികൻ അപ്പം എടുക്കുന്നു, വീഞ്ഞെടുക്കുന്നു, എന്നിട്ട് അത് ഉയർത്തി പറയുന്നു, ഇത് യേശുവിൻ്റെ ശരീരമാണ്, രക്തമാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുമോ? ഇല്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തും പിടിയും കിട്ടത്തില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വലിയൊരു രഹസ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇതാ തിരുസഭ പഠിപ്പിക്കുന്നത്. ഇതുപോലെ വേറെ ഏതെങ്കിലും രഹസ്യങ്ങൾ ഓർമ്മയിലുണ്ടോ? പൗലോസ്ലീഹ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെട്ടൊരു കാര്യത്തെ രഹസ്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാ? പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ വിവാഹ ജീവിതത്തെ, ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ ഒരു രഹസ്യമാണ് എന്നുള്ളതാണ്. ഇത് വലിയ ഒരു രഹസ്യമാണ്. ആരോ പറഞ്ഞതുപോലെ ഇത് വലിയ രസമല്ല, ഇത് രഹസ്യമാണ്. ഇത് വലിയ ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററിയാണെന്ന് തോന്നിയിട്ടില്ലേ വിവാഹ ജീവിതം? ഇത് കേൾക്കുന്ന ഭാര്യമാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇന്നു വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഭാര്യയെ, ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ഇന്നു വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തു മനസ്സിലായെന്ന് ഈ പറയണം അല്ലേ? പലപ്പോഴും നമ്മൾ നേരം വെളുത്ത് കഴിയുമ്പോഴാണ് ദൈവമേ ഇതിയാൻ്റെ തലയിൽ ഇനി എന്താണാവോ ഇന്ന് ചിന്തിക്കുന്നത്, നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന്. ഭാര്യ ഭർത്ത ബന്ധം ഇത് വലിയ ഒരു രഹസ്യമാണ്, ഡിവൈൻ മിസ്റ്ററിയാണ്. ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് വലിയൊരു രഹസ്യമാണ്. പരിശുദ്ധ കുർബാന ഇത് വലിയൊരു രഹസ്യമാണ്. ദിവ്യമായ രഹസ്യങ്ങളുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു.
ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാനല്ല, മറിച്ച് അപ്രകാരമുള്ള അവസ്ഥകൾക്ക് മുമ്പിൽ നമ്മൾ കരങ്ങൾ കൂപ്പി അപ്രകാരമുള്ള രഹസ്യങ്ങളെ വണങ്ങാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് വലിയ കടമയുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്ന് പേരും എങ്ങനെ ഒന്നായിരിക്കുന്നു എന്നുള്ള ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ചോദ്യത്തെ തിരുസഭ പഠിപ്പിക്കുന്ന മേഖലയിൽ ഒരു ഗ്രീക്ക് വേർഡ് ഇങ്ങനെയുണ്ട്. അത് പെരിക്കോറസിസ് എന്നൊരു വാക്കാണ്. വെറുതെ പഠിക്കുന്നത് നല്ലതാണ്, ഗ്രീക്ക് വേർഡാണ്. പെരിക്കോറസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം പരസ്പര വ്യാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, ഒന്നിനുള്ളിൽ മറ്റൊന്നായിരിക്കുന്നത്, പൂർണ്ണമായ ഐക്യം എന്നിങ്ങനെ പല വാക്കുകളിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പെരിക്കോറസിസ് എന്ന വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും സ്നേഹത്തിൽ ഒന്നാണ് എന്നുള്ളതാണ്. അവയ്ക്ക് തമ്മിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ, മാനുഷിക ചിന്തയിലുള്ളതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. നമ്മളാണ് ചിന്തിക്കുന്നത് ഏത്, ഈശോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനും പിതാവിനും എന്ത് തോന്നും, പിതാവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും എന്ത് തോന്നും, പരിശുദ്ധാത്മാവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്കും പിതാവിനും എന്ത് തോന്നും. ഇത് മാനുഷികമായ തലയ്ക്കകത്തുള്ള മാനുഷികമായ ചിന്തകൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ ദിവ്യമായ രഹസ്യം പഠിപ്പിക്കുന്നത് ഇത് മൂന്നും ഒന്ന് ചേർന്നതാണ്. പരസ്പര സ്നേഹത്തിൽ ആണ് അവ ആയിരിക്കുന്നത്. കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ആരാധ്യനായ മൺമറഞ്ഞ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ലോക കുടുംബ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്തോ ഒരു വലിയ പ്രചോദനത്താൽ ആ എഴുതി തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവെച്ച് മുമ്പിലിരിക്കുന്ന മുഴുവൻ കുടുംബ സമ്മേളനമാണ്, വലിയ ലോക കുടുംബ സമ്മേളനം. അപ്പോൾ കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം, അഭിവന്യ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ സൃഷ്ടി നടത്തി എന്നുള്ളതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. പിതാവിനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തു ചെയ്യുകയായിരുന്നു? കുട്ടികളെപ്പോഴും ചോദിക്കുന്നത് കുസൃതി ചോദ്യങ്ങളാണ്. നമ്മളെ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഇതുപോലത്തെ ഒരു ചോദ്യമാണ് മാർപ്പാപ്പയോട് ചോദിച്ചത്. മാർപ്പാപ്പേ, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ആ ചോദ്യത്തിന് വളരെ രസകരമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്ത ഉത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെരിക്കോറസിസ്, അതായത് വേർപെടുത്താനാവാത്ത വിധം അവ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് സൃഷ്ടികർമ്മം, പ്രത്യേകിച്ച് അതിൻ്റെ 6-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരു പുരുഷനെ മാത്രമല്ല സ്ത്രീയെയും സൃഷ്ടിച്ച് സ്നേഹത്തിൽ ഒന്നായിട്ട് ജീവിക്കണമെന്ന് മനുഷ്യവർഗത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മർമ്മം എന്ന് പറയുന്ന സ്നേഹമാണ്, സ്നേഹം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഈശോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിതാവിനും പരിശുദ്ധാത്മാവിനും അസ്വസ്ഥതയുണ്ടാവുമോ? ഒട്ടുമില്ല. കാരണം സ്നേഹത്തിൽ ഒന്നായിരിക്കുകയാണ്. സഭയിലെ പിതാക്കന്മാർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഈ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്താൻ, പഠിപ്പിക്കാൻ ചില പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സൂര്യൻ, പിതാവായ ദൈവം. പ്രകാശം എന്നുള്ളത് പുത്രനായ ഈശോ. ഈ പ്രകാശത്തിലൂടെ മനുഷ്യവർഗത്തിൽ അടിക്കുന്ന ഈ ചൂടിനെ പരിശുദ്ധാത്മാവ്, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം, ഈ പ്രകാശം മനുഷ്യർക്ക് അനുഭവപ്പെടുന്നത് ചൂടായിട്ട്, അത് പരിശുദ്ധാത്മാവ്. ഒന്നൊന്നിനോട് വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്നിങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. മറിച്ച് മൂന്നും ഒന്നാണ്. അതുകൊണ്ട് ഈശോയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി ആബാ പിതാവേ എന്നും പരിശുദ്ധാത്മാവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കാണുന്നവനെ പിതാവായ ദൈവത്തെ കാണുന്നു, എൻ്റെ അപ്പനെ കാണുന്നു.
ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ തന്നെയാണ് സഹായകൻ. ആബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കകത്ത് യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കകത്ത് ആബാ പിതാവുണ്ട്, പുത്രനായ യേശുവുണ്ട്. ഓരോ വ്യക്തിക്കും എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന പ്രചോദനം അതനുസരിച്ച് പ്രാർത്ഥിക്കണം. കുട്ടികളുടെ ധ്യാനാവസരത്തിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആബാ പിതാവേ എന്ന് വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പിതാവേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് എൻ്റെ അപ്പൻ്റെ മുഖം വരും. എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി ശിക്ഷിച്ചിട്ടുണ്ട്, എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിതാവേ എന്ന് വിളിക്കുമ്പോൾ വലിയ ഭാരം തോന്നുന്നു, എനിക്ക് സ്നേഹം തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈശോ എന്ന് വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. ഈശോ എന്ന് വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ കുട്ടിയുടെ ഉള്ളിലേക്ക് അപ്പനെ സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടും. എന്നാൽ ഇതേ സമയം തന്നെ വേറൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എനിക്ക് ആബാ പിതാവേ എന്ന് വിളിക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ അപ്പൻ്റെ മുഖം ഞാൻ ഓർക്കും, എൻ്റെ അപ്പൻ്റെ മുഖം വലിയ സ്നേഹമുള്ള മുഖമായിരുന്നു. കൊച്ചുത്രേസ്യ പുണ്യവതിയൊക്കെ അതാ പഠിപ്പിച്ചത്. ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയി. അപ്പോൾ അപ്പൻ വളർത്തുമ്പോൾ അപ്പൻ ഒത്തിരി സ്നേഹം കൊടുത്ത് വളർത്തിയ കൊച്ചുത്രേസ്യനെ. വീട്ടിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, മരണങ്ങളൊക്കെ ഇവരുടെ വീട്ടിലുണ്ടായി. അപ്പോൾ കൊച്ചുത്രേസ്യയുടെ അപ്പം പറഞ്ഞു കൊടുത്തു, മോളെ നീ വിഷമിക്കേണ്ട, നിനക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട് കേട്ടോ. എപ്പോഴെല്ലാം കരങ്ങൾ ഉയർത്തി അപ്പാന്ന് വിളിക്കാൻ തുടങ്ങുമോ അപ്പോഴൊക്കെ കൊച്ചുത്രേസ്യ കണ്ടത്, ഈ ഭൂമിയിൽ അപ്പൻ ഇത്രയും വലിയ സ്നേഹം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എന്തോരം വലിയ സ്നേഹമായിരിക്കും. അപ്പാന്ന് വിളിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം. ഓരോ വ്യക്തിക്കും പ്രാർത്ഥിക്കാൻ എങ്ങനെയാണോ പരിശുദ്ധാത്മാവിന് പ്രചോദനം കിട്ടുന്നത് അതുപോലെ വിളിക്കാം. ചിലർക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാനാണ് നല്ലത്, അത് ചെയ്തുകൊള്ളൂ. ഈശോയെന്ന് വിളിക്കാനാണ് അത് നല്ലത്. ഈശോയെന്ന് വിളിക്കുമ്പോൾ പിതാവിന് എന്ത് തോന്നുന്നു, പരിശുദ്ധാത്മാവിന് എന്ത് തോന്നുന്നു എന്നുള്ളത് നമ്മുടെ തലയ്ക്കകത്തുള്ള മാനുഷികമായ ചിന്ത കൊണ്ടാണ്. മറിച്ച് ഒരു വിളിക്കുള്ളിൽ ഈ 3 പേരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഉൽപ്പത്തി മുതൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ്. മാറ്റി നിർത്താൻ പറ്റില്ല, വേർതിരിക്കാൻ പറ്റില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചേ. പിതാവായ ദൈവം സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിക്കുമ്പോൾ ശക്തമായ ദൈവത്തിൻ്റെ ചൈതന്യം ആരാണെന്ന് നമുക്കറിയാം, പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വചനത്തിൽ പിതാവായ ദൈവത്തെയും പുത്രനായ ഈശോയെയും പരിശുദ്ധാത്മാവിനെയും, പുത്രനായ യേശു എങ്ങനെയാണ്, ഇതാ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ. ആ വചനം ആരാണ്? ഈശോയാണ്. പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, ഇതാ പുത്രനായ യേശു, 3 പേരുടെ സാന്നിധ്യം. മാമോദീസ അവസരത്തിൽ ദൈവജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടത്. സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ചിറകടിച്ചുയർന്നു. ഇതാ ഈശോ, പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ താളുകളിലും ഈ 3 പേരുടെയും ബന്ധം അഭേദ്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേർതിരിക്കാൻ പറ്റാത്ത വണ്ണം ഇവ ഒന്നാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടത് ഈ ത്രിയേക ദൈവത്തോടുള്ള സ്നേഹം. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചില്ലേ? 2 കൊരിന്തോസ് 13-ാം അധ്യായം 13-ാം തിരുവചനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട കാര്യം ഈ വലിയ കൃപയാണ്, ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കൃപ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ആത്മീയ മേഖലയിൽ അല്പം കൂടെ മെച്ചപ്പെടാൻ ഈ ആശീർവാദം നമ്മളെ സഹായിക്കും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് എവിടെയെല്ലാം പോകുന്നുവോ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആശംസ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കാണുന്ന വ്യക്തികൾക്ക് അവരുടെ കരം പിടിച്ച് കുലുക്കി സന്തോഷത്തോടെ ആശംസ കൊടുക്കുക. ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടട്ടെ. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ സത്യമായ യാഥാർത്ഥ്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. നമ്മൾ എല്ലാ രീതികളിലും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചു കൊള്ളണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് അങ്ങേയറ്റം സ്നേഹം പുലർത്തുക. നമ്മുടെ ജീവിത വഴികളിൽ ഒരു പുത്തൻ അഭിഷേകമായിട്ട് മാറ്റപ്പെടും. ഇതാ ഇന്ന് ഈ ആരാധന സമയം നമ്മൾ തുടർന്ന ആരാധനയിലാണ്.
ആരാധന സമയം നന്നായിട്ട് പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, ത്രിയേക ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴികളെ അത്ഭുതകരമായിട്ട് നയിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ ശരീരത്തിലെ രോഗങ്ങൾ, പാപവാസനകൾ, ശാപപീഠ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ മനസ്സിലെ ഭാരങ്ങളെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ത്രിത്വൈക ആരാധന പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ കുടുംബത്തെ കഴുകണമേ. കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും ഓ ദൈവമേ സ്തുതി ഉണ്ടാവട്ടെ. ചേർന്ന് പാടിക്കേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചേർന്നറിയാവുന്നവർ പാടിക്കേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം നമ്മൾ സ്തുതിക്കുകയാണ്. പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു, പുത്രനായ യേശുവിനെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയുടെ മേലും പറന്നിറങ്ങുന്ന സമയം കൈകൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൈകൾ കൂപ്പി ത്രിത്വൈക ദൈവത്തിന്റെ ആരാധനയുടെ ആശീർവാദം നമ്മളിതാ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും
എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.